കാസർകോട്ട് എൻഡോസൾഫാൻ ദുരന്ത ബാധിതരുടെ ഏത് വിഷമഘട്ടത്തിലും ഒപ്പം നിന്നയാളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുൻകാലങ്ങളിൽ നൽകിയ ഉറപ്പ് പുതിയ സർക്കാർ പാലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തബാധിതർ. ജില്ലയിൽ തന്നെ മെച്ചപ്പെട്ട ചികിത്സ ഉൾപ്പെടെ ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മംഗളൂരുവിൽ 4 ആശുപത്രികളിൽ ഉണ്ടായിരുന്ന ചികിത്സ ഒരിടത്തു മാത്രമായി ചുരുങ്ങി. ജില്ലയിൽ ആവശ്യത്തിന് മരുന്ന് ലഭിക്കുന്നില്ല. ദുരിതബാധിത പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്ന 1031 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉത്തരവായെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അനവധിയാണ്. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു മന്ത്രിയില്ല എന്ന വിഷമമുണ്ടെങ്കിലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുൻകാലങ്ങളിൽ നൽകിയ വാക്കുകളെ അവർ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണവർ. ഞങ്ങളേറെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ സർക്കാരിനെ നോക്കിക്കാണുന്നത്. നമുക്കിപ്പോൾ മംഗലാപുരത്ത് തന്നെ 4ഓളം ഹോസ്പിറ്റലാണ് മുമ്പ് നമുക്ക് ചികിത്സ തന്നിരുന്നത്. അതൊക്കെ നിർത്തിവെച്ചതൊക്കെ പുനഃസ്ഥാപിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഒരുപാട് പേർക്ക് ഇനിയും ധനസഹായം ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. അവരുടെ കാര്യം പരിഗണിക്കണം. ഭിന്നശേഷി മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അടിയന്തരമായി പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ സർക്കാരിനെ നോക്കിക്കാണുന്നത്. എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്ന് പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരമുണ്ടാക്കാനും കാലതാമസമുണ്ടാകരുതെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഈ കാര്യങ്ങളിൽ ഇടപെടും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം കാസർഗോഡിൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ ഒന്നാമതായി കാണും എന്നാണ് അന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞത്. പ്രത്യേകിച്ച് ആരോഗ്യരംഗം നേരിടുന്ന പ്രതിസന്ധികൾ, മെഡിക്കൽ കോളേജ് അതുപോലുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ അന്ന് വളരെ കൃത്യമായി ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ജില്ലയിൽ വിളിച്ചു ചേർക്കാറുള്ള എൻഡോസൾഫാൻ പുനരധിവാസ സെൽ വീണ്ടും സജീവമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.